അങ്ങനെ അമ്മേന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചുരമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തിയതാണ് കേട്ടോ. അവിടുന്ന് വലിയ കാര്യകരമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ 2 മരണം ഉണ്ടായിരുന്നേ, അതിനുവേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പോരുവാണ് ചെയ്തത്. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഓർഡർ ചെയ്തേ. ഞാനൊരു ഫ്രൂട്ട് സലാഡിന്, ഉണ്ണിക്കുട്ടന് അവൽ മിൽക്കിന്, എന്താ കണ്ണൂർ കോക്ടെയിലോ അങ്ങനെ എന്തോ ഒരു സാധനത്തിലാട്ടോ. ഞാൻ ഇന്ന് വരെ തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല, അതെന്താണെന്നും കൂടി എനിക്ക് അറിയത്തില്ല കേട്ടോ. കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, മധുരമൊന്നും ഇല്ലാതെയാണ് മേടിച്ചിരിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ്റെ സെറ്റപ്പ് സംഭവമായിരുന്നു. അങ്ങനെ എൻ്റെ സംഭവം എത്തി കേട്ടോ. എനിക്ക് എപ്പോഴും ഫുഡിൻ്റെ കാര്യത്തിൽ പണി കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. എൻ്റെത് കൊണ്ടുവച്ചപ്പോൾ എന്തോ ഒരു മരുന്നിൻ്റെ ചവയൊക്കെ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതങ്ങനെ ഉണ്ണിക്കുട്ടന് കൊടുത്തു കേട്ടോ. ബാക്കി കുറച്ച് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തിന്നേ, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് സാക്കും കൊടുത്തു കേട്ടോ. എനിക്ക് എപ്പോഴും ഫുഡിൻ്റെ കാര്യത്തിൽ പണി കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ഫുഡുകളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ ഒരു തരത്തിൽ കഴിച്ച് തീർത്തു കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാവണേ ഒന്ന്